ബോളിവുഡിലെ പവർ കപ്പിളാണ് രാംചരണും ഉപാസന കാമിനേനിയും. രാംചരൺ ജനപ്രിയ താരമായി ഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ ഉപാസന സംരംഭകയായി കോടികളാണ് സമ്പാദിക്കുന്നത്. കോളേജ് പഠനകാലത്താണ് രാംചരൺ ഉപാസന സൗഹൃദം ശക്തമാകുന്നത്. പിന്നീട് അത് പ്രണയമായി വഴിമാറി. കുടുംബങ്ങൾ കൂടി പിന്തുണ അറിയിച്ചതോടെ 2012 ഇരുവരും വിവാഹിതരായി. തങ്ങൾ വളരെ കാലം ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് മുൻപ് അവർക്കിടയിൽ പ്രത്യേക അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രണയം പെട്ടെന്ന് സംഭവിച്ചതാണെന്നും അതൊരു നല്ല മാറ്റമായിരുന്നുവെന്നും കുടുംബങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ജീവിക്കണമെന്ന് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. വിജയം നേടാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന കാഴ്ചപ്പാടും വിശ്വാസവും രണ്ടുപേർക്കും ഉണ്ടെന്നത് തങ്ങളെ കൂടുതൽ അടുപ്പിച്ചെന്നുമാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച് ഒരിക്കൽ ഉപാസന പറഞ്ഞത്. തെലുങ്കിൽ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിലെ അംഗമാണ് രാംചരൺ. കോടികളുടെ ആസ്തിയുണ്ട് കൊനീഡയിലെ കുടുംബത്തിന്. എന്നാൽ രാംചരണിനേക്കാൾ 10 മടങ്ങ് സമ്പന്നയാണ് ഉപാസന എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 30,000 കോടി രൂപയുടെ ആസ്തിയാണ് കാമിനേനി കുടുംബത്തിലുള്ളത്. അതിനെല്ലാം പിന്നിൽ ഉപാസനയുടെ മുത്തച്ഛനാണ്. എന്നാൽ സിനിമാ പ്രേമികളിൽ പലർക്കും അപ്പോളോ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ പ്രതാപ് സി റെഡ്ഡിയെ അറിയണമെന്നില്ല. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച അദ്ദേഹം 91-ാം വയസ്സിലും രോഗികളെ ശുശ്രൂഷിക്കാൻ എത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നവരിൽ ഒരാൾ കൂടിയാണ് ഡോക്ടർ പ്രതാപ് സി റെഡ്ഡി. അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ വ്യവസായത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിൽ മുന്നിലാണ് അപ്പോളോ ഗ്രൂപ്പ്. വൈദ്യശാസ്ത്ര മേഖലയിലെ നേട്ടങ്ങൾക്കാണ് പ്രതാപ് റെഡ്ഡിക്ക് 1991 പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചത്. അതേസമയം 91-ാം വയസ്സിലും ജോലിയോടുള്ള അദ്ദേഹത്തിന്റെ ആവേശം കുറഞ്ഞിട്ടില്ല. ഫോബ്സ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഏറ്റവും ധനികരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ 94-ാം സ്ഥാനത്താണ് പ്രതാപ് സി റെഡ്ഡിയുടെ സ്ഥാനം. ചെന്നൈയിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഡോക്ടർ റെഡ്ഡി പിന്നീട് UK-യിലും US-ലും പഠിച്ച് ഹൃദ്രോഗ വിദഗ്ധനായി പരിശീലനം നേടി. ബോസ്റ്റണിലെ മസാച്യൂസെറ്റ്സ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഫെലോഷിപ്പ് നേടിയ അദ്ദേഹം USA-യിലെ മിസോറി സ്റ്റേറ്റ് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ നിരവധി ഗവേഷണ പരിപാടികളുടെ തലവനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം US-ൽ ഡോക്ടറായി ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത്. 2010-ൽ പത്മവിഭൂഷണം ലഭിച്ചു. മുത്തച്ഛന്റെ പാത പിന്തുടർന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഉപാസന അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ CRO വിഭാഗത്തിന്റെ വൈസ് ചെയർമാനും SHPLന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. ലണ്ടനിലെ റീജന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ബിരുദം പൂർത്തിയാക്കിയ ഉപാസനയ്ക്ക് 1 വർഷം മുൻപാണ് കുഞ്ഞു പിറന്നത്. മകളുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ രാംചരണോ ഉപാസനയോ മകളുടെ ചിത്രങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല.